ബേസിക് മാത്സിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇതുവരെ നമ്മൾ ക്രിയകൾ പഠിച്ചത് റേഷണൽ നമ്പേഴ്സിൻ്റെയാണ്, അതായത് ഭിന്നകങ്ങളുടെയാണ്. എണ്ണസംഖ്യകൾ, അഖണ്ഡസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, ഭിന്നസംഖ്യകൾ തുടങ്ങിയ സംഖ്യകളുടെ ക്രിയകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അഭിന്നയങ്ങളുടെ ക്രിയകളാണ് നമ്മൾ പഠിക്കുന്നത്, അതായത് ഇറേഷണൽ നമ്പേഴ്സിൻ്റെ. ഉദാഹരണത്തിന് √2, √3 പോലുള്ള സംഖ്യകൾ, ഇങ്ങനെയുള്ള സംഖ്യകളെയാണ് അഭിന്നയങ്ങൾ എന്ന് പറയാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവയുടെ സങ്കലനം, വ്യവകലനം, ഗുണനം, ഹരണം എന്നീ ക്രിയകളാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ √2, ഇപ്പോൾ 3√2 കൂട്ടണം 5√2 സമം 3 + 5 8√2 ആണ്. 8√2. അപ്പോൾ ഇത് ഈ √2ഉം ഇവിടെ √2 വന്നു കഴിഞ്ഞാൽ ഇത് സജാതീയ ഒരേ വിഭാഗത്തിൽപ്പെട്ട, ഒരേ ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ ഒരേ റൂട്ടുകളാണ്. √2 എന്ന് പറയുന്ന ഒരേ വിഭാഗത്തിൽപ്പെട്ട റൂട്ടുകളാണ്. ഇത്തരത്തിലുള്ള സംഖ്യകൾ നമുക്ക് കൂട്ടാൻ വേണ്ടി കഴിയും. ഇപ്പോൾ 3√5 കൂട്ടണം 2√3 ആണെങ്കിൽ ഇതിൻ്റെ ഉത്തരം നമുക്ക് കൂട്ടിയിട്ട് പറയാൻ വേണ്ടി കഴിയില്ല. കാരണം √5ഉം √3ഉം വെവ്വേറെ വിഭാഗത്തിൽപ്പെട്ട റൂട്ട് സംഖ്യകളാണ്. ഇത്തരത്തിലുള്ള സംഖ്യകൾ കൂട്ടാൻ വേണ്ടി കഴിയില്ല. ഇത് കൂട്ടണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ √5ൻ്റെ ഏകദേശ വിലയായിട്ടുള്ള 2 സംതിങ്ങും ഈ √3ൻ്റെ ഏകദേശ വിലയായിട്ടുള്ള 1 സംതിങ്ങും എടുത്ത് ഇതിനെ ഗുണിച്ചതിന് ശേഷം മാത്രമേ കൂട്ടാൻ വേണ്ടി പറ്റുള്ളൂ. ഒരേ സിമിലർ റാഡിക്കൽസ് മാത്രമേ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇത് സിമിലറാണ്. സിമിലർ റാഡിക്കൽസ് നമുക്ക് ആഡ് ചെയ്യുക, ഡിസ്സിമിലർ റാഡിക്കൽസ് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എക്സൊക്കെ കൂട്ടുമ്പോൾ 3x കൂട്ടണം 5x സമം 8x എന്ന് എഴുതുമ്പോൾ തന്നെ, അല്ലെങ്കിൽ 3 പെൻ പ്ലസ് 5 പെൻ = 8 പെൻ എന്ന് എഴുതുന്ന പോലെ 3√2 പ്ലസ് 5√2 സമം 8√2 എന്ന് പറയും. 3 പെൻ പ്ലസ് 5 പെൻസിൽ ഇത് ആഡ് ചെയ്യാൻ പറ്റാത്തതുപോലെ 3√5 പ്ലസ് 2√3 ആഡ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. ഇത് രണ്ടും ഡിസ്സിമിലറാണ്. ഒന്ന് പെന്നാണ്, ഒന്ന് പെൻസിലാണ്. അതുപോലെ √5, √3 രണ്ട് റേഷണൽ നമ്പറാണ്. അത്തരത്തിലുള്ള സംഖ്യകൾ നമുക്ക് കൂട്ടാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ സിമിലർ റേഷണൽ നമ്പർ മാത്രമേ നമുക്ക് കൂട്ടാൻ വേണ്ടി കഴിയുള്ളൂ. ഇപ്പോൾ 3√2 പ്ലസ് 5√2 സമം 8√2 ആണ്. ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് ആൻസർ ചെയ്താൻ വേണ്ടി കഴിയില്ല. ഇത് ഇതിൻ്റെ വിലയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മാത്രമേ ആഡ് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ചിലപ്പോൾ ചില റേഷണൽ നമ്പർ കാണുമ്പോൾ നമുക്ക് ഡിസിമിലർ പോലെ തോന്നാം, പക്ഷേ അത് ചിലപ്പോൾ അത് സിമിലർ റാഡിക്കൽസ് ആയിരിക്കും. ഉദാഹരണത്തിന് √18 പ്ലസ് √50 എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഡിസിമിലർ പോലെ തോന്നാം. പക്ഷേ ഇത് ശരിക്ക് √18നെ 9 ഗുണിക്കണം 2 എന്ന് എഴുതാം, പ്ലസ് √50നെ 25 ഗുണിക്കണം 2 എന്ന് എഴുതാം. ഇതിനകത്തൊക്കെ പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ട്. 18ൽ 9 ഒരു പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ഒരു ഫാക്ടറാണ്. 18ൻ്റെ ഒരു ഫാക്ടറാണ് 9. 50ൻ്റെ ഒരു ഫാക്ടറാണ് 25. അപ്പോൾ 9√2നെ നമുക്ക് ഈ 9ൻ്റെ √3 ആണ്. അപ്പോൾ 3√2 എന്ന് ഇതിനെ എഴുതാം, പ്ലസ് 25നെ 5√2 എന്ന് എഴുതാം. അപ്പോൾ 3√2ഉം 5√2ഉം സിമിലർ റാഡിക്കൽസ് ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് 8√2 എന്ന് എഴുതാം. അപ്പോൾ ചിലപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്നത് ഇറാഷണൽ ഡിസിമിലർ പോലെ തോന്നുമെങ്കിലും ഇത് സിമിലർ റാഡിക്കൽസ് ആണ്. അതിന് നമുക്ക് ആഡ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ഫാക്ടറൈസേഷൻ നടത്തിയാൽ അതിനകത്തൊരു പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ടെങ്കിൽ അതിൻ്റെ റൂട്ട് എടുത്തിട്ട് എഴുതിയിട്ട് പിന്നെ ബാക്കിയുള്ളത് രണ്ടും കൂടി ആഡ് ചെയ്യാൻ വേണ്ടി കഴിയുന്നർത്ഥം. അപ്പോൾ ഒരേപോലുള്ള റാഡിക്കൽസ് മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അത് സബ്ട്രാക്ഷനും ഇത് തന്നെയാണ് റൂള്. സബ്ട്രാക്ഷനും ഇതുപോലെ തന്നെ 5√2 മൈനസ് 3√2 = 2√2, 10√5 മൈനസ് 2√3. ഇതിൻ്റെ ആൻസർ നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. ഇത് ഡിഫറൻറ്റ് റാഡിക്കൽസ് ആണ്. അപ്പോൾ അത് ആഡ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. ഇങ്ങനെയാണ് റേഷണൽ നമ്പർ ആഡ് ചെയ്യുക. ഇനി മൾട്ടിപ്ലിക്കേഷനിൽ √2 × √3 = √6 നമുക്ക് എഴുതാൻ വേണ്ടി കഴിയും. ഇതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ, √2ൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ 1.4ഉം ഇതിൻ്റെ 1.7 സംതിങ്ങും ആഡ് ചെയ്താൽ √6ൻ്റെ വാല്യൂ അത് ഈക്വൽ ആയിരിക്കും, അപ്രോക്സിമേറ്റ് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി കഴിയും. √2 × √3 = √6, √5 × √4 = √20, √9 × √9 മീൻസ് √9 സാധാരണ 3 ആണ്. √6 × √7 = √42. ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ഇതേപോലെ തന്നെ ഡിവിഷനും ഇതുപോലെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ √15 ഡിവൈഡ് ബൈ √3 = √5, √12 ഡിവൈഡ് ബൈ √2 = √6. ഇങ്ങനെ എഴുതാൻ വേണ്ടി നമുക്ക് കഴിയും. അപ്പോൾ ഇങ്ങനെയാണ് ഇറേഷണൽ നമ്പേഴ്സിൻ്റെ ഓപ്പറേഷൻ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. ഇറേഷണൽ നമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സിമിലർ റാഡിക്കൽസ് മാത്രമേ ആഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഡിസിമിലർ റാഡിക്കൽസ് ആഡ് ചെയ്യാൻ കഴിയില്ല, സബ്ട്രാക്ട് ചെയ്യാനും കഴിയില്ല.
അതോടൊപ്പം തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സിമിലർ എന്നോ ഡിസിമിലർ എന്നോ ഒന്നും പ്രശ്നമില്ല, നേരിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഡിവിഷനും അതുപോലെ തന്നെ നേരിട്ടിട്ട് ഈ 12നെ 2 കൊണ്ട് ഡിവൈഡ് നേരിട്ട് 6 എഴുതിയിട്ട് റൂട്ട് ഇട്ടാൽ മതി. ഇതുപോലെ നേരിട്ട് ഡിവൈഡ് ചെയ്യാനും നമുക്ക് കഴിയും. അപ്പോൾ ഇതാണ് ഇറാഷണൽ നമ്പേഴ്സിൻ്റെ ഓപ്പറേഷൻ. അപ്പോൾ റേഷണൽ നമ്പേഴ്സിൻ്റെ നേരത്തെ ഹോൾ നമ്പറും എല്ലാ നാച്ചുറൽ നമ്പർ മുഴുവൻ നമ്പറും റേഷണൽ നമ്പേഴ്സിൽ പെടുന്നു പറഞ്ഞു. ഇറേഷണൽ നമ്പേഴ്സിൻ്റെ ഓപ്പറേഷൻ കൂടി ഇവിടെ നമ്മൾ പഠിച്ചിരിക്കുകയാണ്.